ഇതാണ് കേട്ടോ ആ ഗുഹ. ഈ ഗുഹ 2 വഴിയായിട്ടാണ് ഇവിടുന്ന് നീങ്ങുന്നത്. ഇതാണ് ഒരു വഴി. ഇത് ഇവിടെ കുറച്ച് പോയിട്ട് അവിടെയാണ് നിൽക്കുന്നത്. അത് ഇതിൻ്റെ ഉള്ളിലും അതിവിശാലമായ ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് ആ സംഭവം. ഇതിലങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഇതാണ് സ്ഥലം. ഇതിലാണ് കുറച്ചവിടെ പോയ ഗുഹ അവസാനിക്കുകയാണ്. ഇതിലങ്ങോട്ട് പോയാൽ കുറച്ച് അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അവിടെ കാണുന്നുണ്ട് ഒരു കുഴി കണ്ട. ആരും ഒറ്റയ്ക്ക് വരരുത്. ഇതിലൂടെ ഇറങ്ങി പോകണം. വളരെ ചെറിയ ഒരു ദൂരം മാത്രമാണുള്ളത്. അതിൽക്കൂടെ നൂണ്ട് വേണം പോകാൻ. You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കീശ്ശേരി ചുള്ളിക്കാട് എന്ന സ്ഥലത്തേക്കാണ്. ചുള്ളിക്കാട് ഒരു പുരാതന ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ കീശ്ശേരി ചുള്ളിക്കോട് ഒരു ഡേഞ്ചർ ഗുഹ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. ഭയങ്കര റിസ്ക്കാണ് നമുക്ക് കയറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ നാട്ടിലൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൃഷിയുടെ കാലത്തുള്ള മാപ്പിളയുടെ കാലത്തൊക്കെ ആളുകൾ ഒളിച്ച് താമസിച്ചിരുന്നു എന്ന്. പിന്നെ അതിനുള്ളിൽ വരുന്നവർ സ്വന്തം റിസ്കിൽ വരിക. അത്രയും ഡേഞ്ചറാണ്. നല്ല ശ്വാസ തടസ്സമൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത് കാണിച്ചത് നമ്മുടെ നാട്ടിലെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ നാട്ടിൽ തന്നെയുള്ള കുറച്ച് സുഹൃത്തുക്കളുമായാണ് ഇതിനുള്ളിലേക്ക് കയറിയത്. ടോർച്ചായിട്ടൊന്ന് വന്നത്. ടോർച്ചായിരുത്ത ഉള്ളു പോയിക്കണോ? ഇതിലൂടെ ഇറങ്ങിയാൽ അവിടെ അത് വേറെ. വിടൂലല്ലോ. അതിന്റെ അവിടെ ഒരു ചെറിയൊരു അടിയൊരു പോവാണ്ട് ചെറിയ. അതൊന്ന് കുമ്പിട്ടിറങ്ങി അങ്ങോട്ട് ഇതില്ലേ വേണ്ട, നിങ്ങള് ആയിക്കൂടെ വന്നാ ഇവിടെ ഇത് അങ്ങോട്ടല്ലേ തെറ്റാ. അതോ ഭയങ്കര ചെറിയ ഓളല്ലേ. അവിടെ ഉള്ളു ഇങ്ങോട്ട് പോയാലേ ഉണ്ടാ. ഒന്നു വലിയ സംഭവമായിട്ടാ. എന്റെ പൊന്ന, വളരെ ചെറിയൊരു ഇതാണല്ലേ എന്റെ സംഭവം. ഇത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കൂലല്ലേ. അവിടെ കയറിയാണ്ട് എല്ലാരും പോകുള്ളൂല്ലേ. ഇതിനൊക്കെ ഇറങ്ങിയ ഭയങ്കര വിശാലമായിട്ടുള്ളതല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം പേരിടാ. നമ്മ പിന്നെ അതൊക്കെ കയറി എക്സ്പീരിയൻസ് ആയതാണ് സംഭവം. അവിടുന്ന് ആ കാണുന്നുണ്ട്. കേട്ടോ. അല്ല, ഇവിടെ ഒരു ചെറിയ ഹോളാണ്.
ഒക്കെ അവിടെ നിൽക്കല്ലേ. പല ജാതി ജന്തുക്കളും ഉണ്ടാവില്ല അപ്പോ വരും. ആ ഇവിടെ നമ്മൾ മേലിൽ കാണണ്ടേ, ഇത് വേറെ, ഇത് ഇങ്ങോട്ട് ഇവിടെ തീർന്നാ. ആ നിങ്ങൾ ഉണ്ടായതുകൊണ്ട് കേട്ടോ നമ്മള് ഉള്ളിലൊക്കെ കയറിയത്. ഭയങ്കര അതിവിശാലമായ തന്നെ സംഭവം അല്ലേ. അത്ര വലുത് ഞാൻ ആദ്യമായിട്ട് കയറി മേലല്ലേ. അത് അതിന് കല്ലിട്ട് വെച്ചൊക്കെ പറഞ്ഞ ആൾക്കാർ കയറിയിട്ടില്ലേ. അത് ഇതിനേക്കാളും വൈകളാവില്ലേ സംഭവം കൂടുതലാണ്. വവ്വാലുകളൊക്കെ ആണ് ഇതില്. ആ ഇതില്ലേ മേലക്കൂടെ അപ്പുറം അതിലെങ്ങനെ കയറി പോവാം. ഇതിന്റെ ചരിത്രം വല്ല അറിയൊക്കെ ഇങ്ങനെ പറയണ്ടേ. ഇങ്ങോട്ടേക്ക് വരുന്നവർ ആരും ഒറ്റയ്ക്ക് വരരുത്, അത്രയ്ക്കും ഡേഞ്ചറസ് സ്ഥലമാണ്. കാരണം അത് എടുത്തെടുത്ത് പറയാൻ കാരണം നല്ല ശ്വാസതടസ്സമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടി വരിക, സ്വന്തം റിസ്കിൽ വരിക. നമ്മൾ ചാനലിലെ വീഡിയോ കണ്ട് ആരും എടുത്ത് ചാടി വരരുത്. ആർക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം കാര്യമായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാണി, അറിയണ മാതിരി പറഞ്ഞാൽ മതി. ഏതായാലും അതൊരു വെറൈറ്റി ആയിക്കോട്ടെ. മറ്റേ പറച്ചിൽ നമ്മൾ താഴത്തുനിന്ന് വീടെടുക്കാം. ഓണല്ലേ. എന്താ പറയണ്ടേ? എന്താണ് ഇതിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയുന്നത്? എനിക്ക് അറിയുന്നത് പറയും. എനിക്കറിയോ? ഇതിലൊന്നും ഇല്ല കേട്ടോ. കള്ളത്തരോ? അല്ലാതെ ഒന്ന് കട്ടിങ് കട്ടിങ്ങോ? അങ്ങനെ ഇതിപ്പോ ചരിത്രം പറഞ്ഞ വലിയ ചരിത്രം ഒന്നും അറിയില്ല. എന്നാലും എനിക്ക് അറിയുന്നത് പറയും. നമ്മള് ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു ഗുഹാണിത്. പിന്നെ പറഞ്ഞാ ഇത് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതൊക്കെ പറഞ്ഞേക്കണേ. കുറെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ കുറെ അടഞ്ഞത്, കുറെ ആരും കയറാതെ. ഏകദേശം എത്ര വർഷത്തെ പഴക്കണ്ടെന്ന് പറഞ്ഞു കേട്ടത്? ഇത് ഒരു നൂറ്റാണ്ടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. പറഞ്ഞ ചെറുപ്പം തൊട്ടേ എല്ലാരും പറഞ്ഞു, വല്യാപ്പാന്റെ കാലത്തെ എല്ലാരും ഈ ഗുഹ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ. പിന്നെ ഓന്റെ വല്യാപ്പൊക്കെ അത്യാവശ്യം ഇതുള്ള കുടുംബ, ഹസീന്റെ കുന്നത്തീരി കുടുംബം എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അവനോട് ചോദിച്ചാ മുങ്ങി നിങ്ങൾ ഈ നാട്ടിലൊരു ആദ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു മോശം കേട്ടോ. ഒളിച്ചു താമസിക്കുന്നതൊക്കെ പത്രത്തില് വന്നി നമ്മളിൽ അധികം വെളിച്ചല്ല, ചിത്രത്തിന് ക്ലിയർ ഉണ്ടാവുള്ളൂ. എല്ലാവരും ക്ഷമിക്കുക. ഇതിനുള്ളിൽ നല്ല ശ്വാസതടസ്സമുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഞാൻ വേഗം ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് ഇപ്പോൾ പോവാന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ്. അത്യാവശ്യം കവർ ചെയ്ത് കണ്ട് അവിടെ ഫ്രണ്ട് അങ്ങോട്ട് അധികം ഉണ്ടാ. ജസ്റ്റ് ഒന്ന് പോയി നോക്കല്ലേ.
അവിടുന്ന് ഇടിഞ്ഞാടിയതാ അത്. ഇതിവിടെ ഇടിഞ്ഞാടിയ മാതിരി ഉണ്ടല്ലേ. ഇതോ അല്ല ഇത് എങ്ങട്ടാ ഇതിലിറങ്ങിയന്നേ? അത് ശരി. എന്നാ പോയി കേറിയല്ലേ? ശ്വാസം തിങ്ങുണ്ടോ? ഇതല്ല ചെറുതായിട്ടൊരു ഇറങ്ങാറുണ്ട് അമ്മ. ഇവിടെ ഈ ക്ലാസ്സിൽ വല്ല മറ്റേ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ? സാമൂഹ്യ വിരുദ്ധയുടെ അഴിഞ്ഞാട്ടുണ്ടെന്ന് കൊടുക്കല. ഇത്തരം ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ എല്ലാവരും സന്ദർശിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റുകളോ വാട്ടർ ബോട്ടിൻ്റെ വെള്ള കുപ്പികൾ അതേ മദ്യ കുപ്പികളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഫുഡ് വേസ്റ്റുകളൊക്കെ നമ്മൾ കാണാൻ ഇത്ര നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അത് കൃത്യമായി മറ്റൊരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾ കാണിക്കണം. വരും തലമുറക്കും കൂടി ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം നമ്മളാണ് ഒരുക്കേണ്ടത് എന്നുള്ള ഒരു ബോധം കൂടി എല്ലാവർക്കും വേണം. മൊത്തം കട്ട എന്നല്ലേ അതിൻ്റെ ചെയ്യാനായിട്ടില്ല. മേലുന്ന ആ ഒരു സൈഡ് വേണം. ആരെയും പിടിച്ചാണിത് എന്നാലേ എല്ലാം പോരി. എവിടെ നമ്മള് ക്യാമറാമാൻ? ഇതിനെ കൂടെ വേണ്ടിട്ട് നമുക്ക് കയറി പോവാനെ. വരി ആദ്യം വന്ന ക്യാമറ മതി. അവിടെ കേട്ടാ ആ കയറിയോ? അതുപോലെ ചെറിയൊരു ദൂരമാണ്. ആ ദൂരത്തിനുള്ളിൽ കൂടെ വേണമെങ്കിൽ ഇവിടെ പോയ വലിയ വിശാലമായ സ്ഥലമാണ്. ഇതൊക്കെ നമ്മളിവിടെയുള്ള സുഹൃത്തുക്കളാണ്. ഇങ്ങനെ കയറിയാ വെള്ളത്തിന് അയച്ചതേ. ടോർച്ചാറിട്ട ഇത് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ആദ്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു കുഴി മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടെന്നുള്ള നമുക്ക് അറിയാൻ കഴിയില്ല. പിന്നീട് നമ്മൾ പോകേണ്ടത് ഈ ഒരു വഴിക്കാണ്. തലക്ക് മുട്ടി. അങ്ങട്ടില്ല, അത് അടഞ്ഞല്ലേ. ഇതൊക്കെ ഓരോ വഴികളാണ്. ഇതൊക്കെ അടഞ്ഞു. അങ്ങോട്ടും ഉണ്ടായി പല ഭാഗത്തേക്കുള്ളല്ലേ. ഇത് മനുഷ്യനിർമ്മിതല്ലല്ലോ, സാധാരണ സ്വാഭാവികമായിട്ടുണ്ടായതല്ലേ. മനുഷ്യനിർമ്മിതമാണോ? ഇത് അറിയപ്പെടുന്ന പൊതുവെ ഉള്ളതിന്റെ പേര് നമ്മുടെ നാട്ടുപുറത്തുള്ള നരികുക എന്നാണ് പറയുന്നല്ലേ. നരിമട എന്നൊക്കെ പറയില്ലേ. ആ കാലത്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കണല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് അടിക്കും.
അങ്ങനെ തണുപ്പ് പറയുന്നത് നമുക്ക് ശ്വാസം കിട്ടാത്തതുകൊണ്ടുള്ള ഒരു വേർപ്പും കാര്യങ്ങളും. ഈ ഇതാണല്ലേ നമ്മളെ അവിടുന്ന് കണ്ടത്, ഇവിടുന്ന് സംസാരിച്ചത്. ആ വീഡിയോ പോലും ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കണ്ട വീഡിയോ കുറച്ച് പോയി നോക്കല്ലേ. കുഴിക്കണ്ട് ഇറങ്ങാണല്ലേ. അതൊക്കെ അങ്ങോട്ട് അതാണ് അവിടെ നമ്മൾ കണ്ടില്ല. മണ്ണിടിഞ്ഞ മാതിരി സ്ഥലം. പ്ലാസ്റ്റിക് ബോട്ടിലാണ് തീരൂലേ. എന്റെ പൊന്നു അതൊന്നും കേട്ടിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് പോകും. അവിടെ തീരല്ലേ. ശ്വാസം നല്ലോണം കഴിയാൻ. ഇപ്പൊ നമ്മളിവിടെ ഫ്രണ്ടിലെത്തില്ലേ. അതായത് തീർന്നു ഇവിടെ തീരാണല്ലേ. അപ്പൊ ശരിക്കും മുന്നിലേക്ക് എത്തില്ല. നമ്മൾ വന്ന് കയറിയ ഭാഗത്തേക്ക് എത്തില്ല. ഇവിടെ മേലൊരു ഗുഹയില്ലേ. കീഴ്ശ്ശേരി ചുള്ളിക്കാടുള്ള ഈ പുരാതന ഗുഹയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ വരും. ഇതിൻ്റെ മുകളിൽ തന്നെ വേറൊരു ഗുഹയുണ്ട്. അത് ഇതിനേക്കാളും വലിയൊരു ഗുഹയാണ്. ആ ഗുഹയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ. You are watching Malabar Safari.